ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിങ്ങിൻ്റെ മൊഡ്യൂൾ 1 ആണ്. ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എല്ലാ എഞ്ചിനീയറിംഗ് മേഖലകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, അതെങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യാം, ആ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സർവീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെ പോകണം എന്നുള്ളത് നമുക്കൊരു ബ്രീഫായിട്ടൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റ് നമ്മുടെ കരിക്കുലത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡിസൈനിങ് എ സിസ്റ്റമാറ്റിക്കൽ ഇൻ്റലിജൻറ്റ് പ്രോസസ് ഇൻ വിച്ച് ദ എഞ്ചിനീയറിംഗ് ജനറേറ്റ് ഇവാലുവേറ്റ് ആൻഡ് സ്പെസിഫൈ സൊല്യൂഷൻ ഫോർ എ ഡിവൈസ് സിസ്റ്റം ഓർ എ പ്രോസസ് ഫോംസ് ആൻഡ് ഫങ്ഷൻസ് അച്ചീവ് ക്ലൈൻറ്റ് ബൈ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു യൂസർ അല്ലെങ്കിൽ ആർക്കാണോ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഈ സർവീസ് കൊണ്ട് ഗുണമുണ്ടാകുന്നത് അവരുടെ നീഡ്സ് ഒബ്ജക്റ്റീവ്സും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ മേക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എന്താ പറയുന്നത്, എക്സാമ്പിളായിട്ട് ഞാൻ എന്താ പറയുന്ന ഒരു ഏണിയുടെ നീഡ് എന്താണ്, ഒരാൾക്ക് ക്ലൈംബ് ചെയ്ത് മുകളിലോട്ട് കയറുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏണി ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അത് എന്താണ്, അത് നോർമലായിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കണം, അതിന് ഇത്ര ഹൈറ്റ് വേണം, അങ്ങനെ ഒരുപാട് എന്താ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതെന്തിനാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഡിസൈൻ ചെയ്ത് അതിനെ പ്രോസസ്സാക്കാൻ ഔട്ട്പുട്ടാക്കി എടുക്കുന്ന പ്രോസസ്സാണ് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് 4 കൺസ്ട്രെയിൻസ് ആണ്, അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ള. ഒബ്ജക്റ്റീവ് ഉണ്ട്, കൺസ്ട്രെയിൻ ഉണ്ട്, ഫങ്ഷൻ ആൻഡ് മീൻസ് ഉണ്ട്, ഫോംസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ്? ഡിസൈൻ ഒബ്ജക്റ്റീവ് എ ഫീച്ചർ ഓർ എ ബിഹേവിയർ ദാറ്റ് വിഷ് ദ ഡിസൈൻ ടു ഹാവ് ഓർ എക്സിബിറ്റ്. അപ്പം എന്താണ്, ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നീഡ്സ് എന്നുള്ളതിനെയാണ് എന്ത് പറയുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിഫൈൻ ദ റിക്വയർമെൻറ്റ് ഓഫ് എ ഡിസൈൻ. അപ്പം ഒരു ഡിസൈൻ ചെയ്യുന്നതിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണോ അതിനെയാണ് എന്ത് പറയുന്നത്, ഡിസൈൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, ടു ഐഡൻറ്റിഫൈ ദ നീഡ് ഓഫ് എ യൂസർ. അപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന ആരാണോ അവരുടെ നീഡ്സ് എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ആ ഒരു നീഡ്സിലേക്ക് എത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുക. പിന്നെന്തുവാണ്, ഫോർമേറ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതെങ്ങനെ വർക്ക് ചെയ്യും. ഇപ്പോൾ എന്താണ് പറയുന്നത്, ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെ റിഡ്യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. കോംപ്ലക്സ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ യൂസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി മടിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, കോംപ്ലക്സ് ആക്കാം, പക്ഷേ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കോസ്റ്റ് കൂടുതലാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്തില്ല, അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാഡറിൻ്റെ ആണ് ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ലാഡറിനെ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നമുക്കിത് വായിച്ച് നോക്കി. അപ്പോൾ എന്താണ് ലാഡർ എന്ന് പറയുന്നത്, കോമ്പാക്റ്റബിൾ ആയിരിക്കണം, സേഫ് ഓൺ സ്മൂത്ത് സർഫസ് ആയിരിക്കണം, സ്റ്റാൻഡ് സേഫ്ലി വിത്തൗട്ട് സപ്പോർട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് റിക്വയർമെൻറ്റ്സിനെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ സേഫ് ആയിരിക്കും, ഡ്യൂറബിൾ ആയിരിക്കണം. അങ്ങനെ ഒരു